ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ക്യാൻറ്റീനിലെ കടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത് സമൂസ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയിരുന്നു. സാൻഡ്വിച്ച് ഉണ്ടാക്കി സമൂസ കുറച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാക്കിയാൽ ഉച്ചക്കത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അവർക്ക് ഉച്ചക്ക വരും. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാം. പറ്റ കാര്യമാക്കി ഉണ്ടാകും. 3 സാധനം വേണ്ട. പിന്നെ വെള്ളം ജ്യൂസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ. എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് കരുതുന്നു. പിന്നെ രാവിലെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിരുന്നു. അത് 5-8 കടി സെയിൽ ചെയ്തു. ഇന്നിപ്പോൾ 2 കടിയിൽ നോമ്പായതുകൊണ്ട് ഒരുപാട്. ബാക്കിയുള്ള കടിയിലൊക്കെ നാളെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ അതിനകത്ത് വെച്ചാൽ അങ്ങനെ പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇവരെയും തൽക്കാലം നിർത്തി വെച്ചിട്ടാണ്. റമദാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ചട്ടിപ്പത്തിരിമ്പലാണ്. ഇനി റമദാനിലൊക്കെ എണ്ണക്കടിയും കാര്യമൊക്കെ ഉണ്ടാവും. എല്ലാ ഐറ്റംസും ഉണ്ടാവും. റമദാനിൽ നമ്മൾ കഴിഞ്ഞാലുണ്ടായിരുന്നു എല്ലാ കടി. അങ്ങനെ ഒരിക്കലും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. തിളപ്പിച്ച് കറിയും പുറത്തു അപ്പോൾ സ്ഥലം പോരാ. ഇത്ര സ്ഥലത്തൊന്നും പഴുത്താൽ മതി. നമുക്ക് അതിക്കാണെങ്കിൽ ഹൈ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഈ ഹൈ സ്പീഡ് അടുപ്പാകുമ്പോൾ അതിന് ചില സ്ഥലം വേണം. ഇതിങ്ങനെ ചട്ടി വീശാവുന്ന സ്ഥലമല്ലോ. ഇപ്പോൾ ഉണ്ടായിരുന്നു. ഈവനിങ്ങിലുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലമുണ്ട്. നമുക്ക് അടുത്ത റൂമിലൊക്കെ ശരിയാക്കേ. അടുത്താക്കണ്ടി വരും. നമ്മൾ ഇതിലെ സൗകര്യമില്ലാതെ ഇപ്പോൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് പരിചയമായിട്ട് കുഴപ്പമില്ല. നമ്മളെല്ലാവർക്കും ചെറിയ റൂമൊന്നും വലിയ റൂമൊന്നൊക്കെ ഉണ്ടാക്കി പരിചയം ഉണ്ടായതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നില്ല. അതിൽ ഇതിൻ്റെ സ്പീഡ് ഇത്രയൊന്നുമല്ല. സ്പീഡ് കൂടുതലാണ്. ഞാൻ തിരക്കുണ്ടാവുന്നതൊന്നുമല്ല. തിരക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്ലോവർ ഉണ്ടാക്കുന്നത്. തിരക്കുന്ന സമയത്ത് എന്നെ പിടിച്ചാൽ എന്നെ കിട്ടാൻ കിട്ടില്ല. ചിക്കൻ സമൂസകളും ഉണ്ടാക്കാൻ പോകട്ടോ. കുട്ടികളുടെ ചിക്കനാണ് ഇഷ്ടം. വെജാണ് കാക്കാൻ. ചിക്കൻ സമൂസ ഒന്നും ആക്കാൻ കഴിഞ്ഞു. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ക്യാൻറ്റീൻ അല്ലേ മകളല്ലേ. ഇത് നമ്മളെ ക്യാൻറ്റീനാണ് കാക്കാൻ പറയും. അപ്പോൾ ഞങ്ങളെ ക്യാൻറ്റീൻ അല്ല. കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാ സ്കൂളും ആയി വരുന്നുണ്ട് ക്യാൻറ്റീൻ. പുറത്തുനിന്ന് കുട്ടികൾ ഭക്ഷണം വാങ്ങാത്ത രീതിയിലാക്കാനുള്ള പരിപാടി. ഇവിടെയൊക്കെ നല്ലതാണ്. പുറത്തുനിന്ന് കുറേ ആളുകൾ ഇറങ്ങിപ്പോയാണ്ട് അതൊന്നും വാങ്ങുന്നില്ല. അതിൻ്റെ മസാല അതിൻ്റെ രസം പോകും. അതല്ലേ കടികളൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ടാമത് കുറച്ച് സമൂസ കാര്യമൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ പിന്നെ 3:30 കുട്ടികളെ പുറത്ത് വിട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഞാൻ കടികളൊക്കെ കഴിഞ്ഞാണ്. ഞങ്ങൾ ക്ലീനാക്കി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കുട്ടികൾ മുട്ടായിക്ക് വരുന്നുണ്ട്. മുട്ടായി സോഡയൊക്കെ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ പോകും. കടികളൊക്കെ കഴിഞ്ഞൊക്കെ ഒക്കെ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും നോമ്പ് പോയിട്ടുണ്ട്. പെട്ടെന്ന് പോകാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ അതിനിപ്പോൾ ഇവിടെ കുറേ നേരം നിൽക്കണ്ടായിരുന്നു. ഞാൻ 4 മണിയാകുമ്പോൾ എല്ലാം ക്ലീനാക്കി ഇവിടെ പോകും. ഓക്കെ. സാധനങ്ങളൊക്കെ എടുത്തച്ച് വണ്ടി കയറ്റി മോളവിടെ കൊണ്ട് മോളും നോക്കാം. അപ്പം നാളേക്കുള്ള മാർക്കറ്റൊന്ന് വിളിച്ചിറക്കട്ടോ സാധനങ്ങളൊക്കെ. അപ്പോൾ വിളിച്ചാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ പീടിയിലാണ് റെഡി ചെയ്യാം. മറ്റാൾ പിന്നെയും പോയിക്കണ്ടി വരും. ഓക്കെ. പിന്നെ ഓരോ തെണ്ണിപ്പാള കാണിക്കണം. ആ ബെഞ്ച് പൊടിയിടാ സാധനമൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് ഈ കാറിൽ കയറ്റാനാണ്. ഒരു 10 മിനിറ്റ് കൂടി നിന്ന്
പിന്നെ പോകും അപ്പോൾ ഞാനൊന്ന് വിളിച്ചറിയാം കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഇന്നിപ്പോൾ നേരത്തെ പോവാണ്. ഒന്നുമില്ല, കുട്ടികളൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നേരെ പോയിട്ടേ ഷോർട്ട് വഴി പോകാതിട്ട് ടൗണിലൂടെ പോകണ്ടല്ലോ, തിരക്കൂടെ പോകേണ്ട ആവശ്യമില്ല. 3:45 4 മണി അയക്കണം. അപ്പോൾ ഏതായാലും സമയം അയക്കണേ. 4:30 കാലുണ്ട് പോകുമ്പോൾ. അപ്പോൾ സാധനം നേരത്തെ കഴിഞ്ഞപ്പോൾ നേരത്തെ പോകാൻ. ഓക്കെ, ഇനി നമ്മൾ ചട്ടിപ്പത്തിൻ്റെ കളക്ഷൻ വാങ്ങാനുണ്ടാവും, വാങ്ങിയിട്ട് അങ്ങനെ പോകാൻ. അപ്പോൾ പോണ വഴിക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞ ഓർഡർ ഉണ്ടല്ലോ, ആ ഓർഡർ 8 പീസാണ് നിരത്തി വെച്ചിട്ടുള്ളത്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് 8 കടി കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ തിരക്കിലൊക്കെ പാടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് ഇനി സെറ്റാക്കിയാണ്ട് നമുക്ക് പിന്നെ ഇതിൽ ചൂടാത്ത പാത്രത്തിൽ കൊണ്ടുപോയി ഓരോ കടയിൽ കൊടുത്ത് പോകണം. ഇതിനാണ് നമുക്ക് ക്യാൻറ്റീനിലെത്താൻ സ്കൂൾ ക്യാൻറ്റീനിൽ. സ്കൂളത്തെ ക്യാൻറ്റീനത്തെ വേറെ റെഡിയാക്കി വെച്ചിരിക്കണം. അത് വേറെ ഉണ്ട് കൊണ്ടാണ്. അതൊക്കെ പാടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ കടി കൊടുത്ത് പോകാനാണ്. ഓക്കെ, എന്നാൽ ഞാൻ സെറ്റാക്കാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും.